ഹായ് ഓൾ. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതുപോലെ പോൾസ് ആൻഡ് സീറോസ്, നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ പോർഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ? എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? നമ്മളൊരു നെറ്റ്വർക്ക് എടുക്കുക. അതായത് നമ്മളിപ്പോൾ ഇത് എന്താണ്, ഒരു ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്, ഒരു റെസിസ്റ്റൻസ്, ഒരു ഇൻഡക്റ്റൻസ്, അല്ലേ? ഓക്കെ, ഈ ഒരു സർക്യൂട്ടിൽ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ എടുത്തു ഇവിടെ. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിൽ ഇതാണ് നമ്മുടെ ഇൻപുട്ട്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്, അല്ലേ? അപ്പം നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കതിനെ ഓപ്പൺ ചെയ്ത് വരയ്ക്കാം. ഓപ്പൺ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ റെസിസ്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, അല്ലേ? ഇതുപോലെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കണക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, അതായത് ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കണക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, അതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷന്, ഈ ഒരു സെക്ഷൻ, അതായത് ഈ റെസിസ്റ്റർ, ഇൻഡക്ടർ, നമ്മുടെ കപ്പാസിറ്റർ, ഈ ഒരു സെക്ഷനെ മൊത്തമായിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ചെറിയൊരു കോളത്തിൻ്റെ ഉള്ളിൽ റെപ്രസെൻറ്റ് ചെയ്തു. അതായത് ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണുന്ന ഒരു പ്ലാന്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിനൊരു ഇൻപുട്ട് ഉണ്ടാവും, ഇതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവും. അതായത് ഈ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടർ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിലുള്ള പാരാമീറ്റേഴ്സൊക്കെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ല? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, കപ്പാസിറ്റർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഇൻപുട്ട് മാറുന്നതനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കണക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, അതായത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, അതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിയെങ്കിൽ, ഇൻപുട്ടും അറിയെങ്കിൽ, നമുക്ക് ഡയറക്റ്റ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? അതുപോലെ ഔട്ട്പുട്ടും ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിയെങ്കിൽ നമുക്ക് ഇൻപുട്ട് അസ്യൂം ചെയ്യാൻ പറ്റും, ഓക്കെ? അല്ലെങ്കിൽ ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് ഏകദേശം ഒരു ഐഡിയ ആയി, അല്ലേ? ഇനി നോക്കാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഇൻപുട്ട്. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എസ് ഡൊമെയിനിലാണ് എപ്പോഴും പറയുന്നത്, അതായത് ഫ്രീക്വൻസി ഡൊമെയിനിലാണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് എന്തിൻ്റെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഇവിടെ y ഓഫ് ടി ആണ്. അപ്പം y ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം y ഓഫ് എസ്, റേഷ്യോ ഓഫ്. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഇൻപുട്ട് എന്താണ്, u ഓഫ് ടി ആണ്. u ഓഫ് ടിയുടേത് u ഓഫ് എസ് ആണ്. അപ്പം റേഷ്യോ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഈ y ഓഫ് എസും u ഓഫ് എസ് ഒക്കെ എങ്ങനെയാണ്, നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും y ഓഫ് എസും u ഓഫ് എസ് ഒക്കെ ഉണ്ടാവുക. ഓക്കെ, നോക്കാം. ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ g ഓഫ് എസ് ഓഫ് എ പ്ലാന്റ് ഈസ് ഗിവൺ ആസ്, നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനെ g ഓഫ് എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ g ഓഫ് എസ് ഇസ് ഈക്വൽ ടു y ഓഫ് എസ് ബൈ u ഓഫ് എസ്. u ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ഇതിപ്പം നിങ്ങളിപ്പം S5 എത്തുമ്പം ലീനിയർ കൺട്രോൾ സിസ്റ്റം അതൊക്കെ പഠിക്കും. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മെയിനായിട്ട് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഏതൊരു സിസ്റ്റത്തിൻ്റെയും കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നത്. അപ്പം നമുക്കിവിടെ ഒരു നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ രീതിയിലാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു നെറ്റ്വർക്ക്, ഒരു RL RC നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനും
അതിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ മെയിനായിട്ട് കൺട്രോളിലാണ് വരുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തിനാ വൈ ലാപ്ലേസ് ട്രാൻസ്ഫോം? എന്തുകൊണ്ടാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? യൂസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം വി ക്യാൻ കൺവേർട്ട് മെനി കോമൺ ഫങ്ഷൻസ് ഇൻറ്റു ആൾജിബ്രായിക് ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ എസ്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. ഡെറിവേറ്റീവ്, ഇൻ്റഗ്രലിൻ്റെ ഒക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി കാൽക്കുലേഷൻ ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, എങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് ഒരു സർക്യൂട്ടിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ കൺസിഡർ ദ ഫോളോവിങ് ODE where y of t is the input of the system and x of t is the output. നമുക്കൊരു എന്ത് ചെയ്യാം, y of t ആണ് ഇൻപുട്ട്, x of t ആണ് ഔട്ട്പുട്ട്, അങ്ങനെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്ത. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ്, നമ്മളതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ a into d square x of t by dt square is equal to c into dy of t by dt minus b into dx of t by dt, അല്ലെങ്കിൽ ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് സി വൈ ഡാഷ് ഓഫ് ടി, ഇങ്ങനൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഇതിപ്പോൾ എവിടെ നിന്നോ എഴുതിയല്ല, നമ്മളിങ്ങനെ കൺസിഡർ ചെയ്ത് എഴുതി. ഇങ്ങനത്തെ ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റം നമ്മൾ എഴുതി. ടേക്കിംഗ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എയ്തർ സൈഡ്. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എ ഇൻറ്റു ഡബിൾ ഡാഷ്, ഡബിൾ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എസ് സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് എസ് എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഡാഷ് ഓഫ് 0, ഇങ്ങനെയായിരിക്കും വരിക. അതുപോലെ ഈ ഒരു ടേമിൻ്റെതും ഇതായിരിക്കും, ബി എക്സ് ഡാഷ് ഓഫ് ടി ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തി, കൺസിഡറിങ് ഇനീഷ്യൽ കണ്ടീഷൻസ് ടു 0. അപ്പോൾ നമ്മളൊരു സർക്യൂട്ടിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് 0 എന്ന് കൊടുത്തു ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് 0 എന്ന് കൊടുത്തു, എക്സ് ഓഫ് 0 എന്നുള്ള ടേംസൊക്കെ 0 ആക്കി. അപ്പോൾ നമ്മളിതിനെ റെഡ്യൂസ് ചെയ്ത് എ എസ് സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു സി ഇൻറ്റു എസ് വൈ ഓഫ് എസ് മൈനസ് ബി എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് എന്ന് എഴുതാം, അല്ല ഇങ്ങനെ എഴുതി കൂടെ. ഇനി ഈ ഒരു ഇക്വേഷന് നമുക്ക് വേണ്ടത് എന്താണ്, ഇൻപുട്ട് വൈ ഓഫ് ടി ആണ്, ഔട്ട്പുട്ട് എക്സ് ഓഫ് ടി ആണ്. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് എന്താണത്, എക്സ് ഓഫ് എസ് ഡിവൈഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്, ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ് ബൈ വൈ ഓഫ് എസ്. എക്സ് ഓഫ് എസ് ബൈ വൈ ഓഫ് എസ് ആണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലേ. ഇനിയിപ്പോൾ ഇതിന് ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എ എസ് സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എസ് പ്ലസ് എക്സ് ഓഫ് എസിൻ്റെ ടേംസ് ഒരു സൈഡിൽ കൊണ്ടുവന്നു, അല്ലെ ഇവിടെ കൊണ്ടുവന്നു, എന്നിട്ട് അതിൽ എക്സ് ഓഫ് എസ് കോമൺ ആയിട്ട് എടുത്തു, വൈ ഓഫ് എസ് ഇവിടെ എടുത്തു, എന്നിട്ട് എക്സ് ഓഫ് എസ് ബൈ വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു സി എസ് ബൈ എ എസ് സ്ക്വയർ പ്ലസ് ബി എസ്, എസ് അതിൽ നിന്ന് കോമൺ ആയി പോയാൽ സി ബൈ എ എസ് പ്ലസ് ബി. ഇതാണ് നമ്മുടെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനുള്ള സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഞാനൊരു നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇനീഷ്യലി യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, വാട്ട് ഈസ് പോൾസ് ആൻഡ് സീറോസ് എക്സെട്രാസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് റേഷ്യോ കണ്ടുപിടിക്കുക, നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. ഇൻ ജനറൽ a0yn പ്ലസ് a1y റേസ് ടു n മൈനസ് 1 ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമുലയാണ് അല്ലേ. ഫസ്റ്റ് ഡബിൾ ഡാഷ്, പിന്നെ സിംഗിൾ ഡാഷ്, ഡബിൾ ഡെറിവേറ്റീവ്, ഓക്കെ, ആ രീതിയിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോർമുലയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതാണ് ഇൻപുട്ട്, വിച്ച് ഈസ് ഈക്വൽ ടു b0 ഇൻറ്റു എക്സ് റേസ് ടു m, b1 ഇൻറ്റു എക്സ് റേസ് ടു m മൈനസ് 1 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ വേർ എക്സ് ഈസ് ദി ഇൻപുട്ട് ഓഫ് ദി സിസ്റ്റം, എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ടാണ്, വൈ എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ജനറലായിട്ട് നമ്മൾ പറയുകയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട്. ഇതാണ് ഈ ഒരു ടേം എന്താണ്, ഇൻപുട്ടാണ്, ഈ ഒരു ടേം ഔട്ട്പുട്ടാണ് അല്ലേ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വിത്ത് സീറോ ഇനീഷ്യൽ കണ്ടീഷൻ, ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം.
അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ദി റേഷ്യോ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വിത്ത് 0 ഇനീഷ്യൽ കണ്ടീഷൻസ്. അതിനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ y(x) കാണും. അപ്പം b0 s⁻², ഈ ടി എന്നുള്ള ഫംഗ്ഷനെ മൊത്തം നമ്മൾ എസിലേക്ക് മാറ്റി വിത്ത് 0 ഇനീഷ്യൽ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി ശ്രദ്ധിക്കുക, വെൻ ദ ഓർഡർ ഓഫ് ദി ഡിനോമിനേറ്റർ പോളിനോമിയൽ, അതായത് ഡിനോമിനേറ്റർ പോളിനോമിയൽ, ഇതാണ് ഡിനോമിനേറ്റർ, ഇതാണ് ന്യൂമറേറ്റർ. അപ്പോൾ ഓർഡർ ഓഫ് ദി ഡിനോമിനേറ്റർ പോളിനോമിയൽ, അത് n അല്ലേ ഡിനോമിനേറ്റർ പോളിൻ്റെ ഓർഡർ, s⁻n, എസിൻ്റെ പവർ, അതാണ് ഓർഡർ. ഓക്കെ, ഇപ്പം s² + 2s + 3 എന്നുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ s² പവർ എത്രയാണ്, മാക്സിമം പവർ 2 ആണ്. അപ്പോൾ ഓർഡർ ഓഫ് ദി സിസ്റ്റം എന്താണ്, സെക്കൻഡ് ഓർഡറാണ് അല്ലേ, 2 ആണ്. ഓക്കെ, ഇനി s³ ആണെങ്കിൽ തേർഡ് ഓർഡറാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം വെൻ ദ ഡിനോമിനേറ്റർ പോളിനോമിയൽ, താഴെയുള്ള പോളിനോമിയലിൻ്റെ ഓർഡർ ഗ്രേറ്റർ ദാൻ ദ ന്യൂമറേറ്റർ പോളിനോമിയൽ, ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി പ്രോപ്പർ. അതായത് n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ m, അതായത് മുകളിൽ s² + 2s + 5 ആയിക്കോട്ടെ, ഡിവൈഡ് ബൈ s³ + 3s² + 2s + 5. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ ന്യൂമറേറ്റർ പോളിനോമിയൽ ഓർഡർ 2 ആണ്, ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ ഓർഡർ 3 ആണ് അല്ലേ. ദെർഫോർ ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ ഓർഡർ കൂടുതലാണ് ന്യൂമറേറ്ററിനേക്കാളും. ദെർഫോർ ദിസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി പ്രോപ്പർ. അതായത് എപ്പോഴും ഡിനോമിനേറ്ററിൻ്റെ ഫംഗ്ഷൻ ഓർഡർ കൂടുതലായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനെ പ്രോപ്പർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. ഇനി നേരെ തിരിച്ചാണ്, ഇവിടെ s³ ഇവിടെ s² വന്നിട്ടുള്ളതെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഇതിപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജനറലായിട്ട് പറയുകയാണ് ആദ്യം, അതിനുശേഷം നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് പറയാം. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഹെൽപ്പ് അസ് ടു ചെക്ക്, എന്തിനാണ് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്, എന്തിനാണ്, ഹെൽപ്പ് അസ് ടു ചെക്ക് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റം. അതാണ് ഞാൻ ഈ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ദ ടൈം ഡൊമെയിൻ ആൻഡ് ഫ്രീക്വൻസി ഡൊമെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സിസ്റ്റംസ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിയെങ്കിൽ അതിൻ്റെ ടൈം ഡൊമെയിൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റെസ്പോൺസ് ഓഫ് ദി സിസ്റ്റം ഫോർ എനി ഗിവൺ ഇൻപുട്ട്. ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിയെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ലാബിൽ നമുക്കെപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്കൊരു 230 വോൾട്ട് നമുക്ക് കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് 230 വോൾട്ടിന് പകരം നമുക്കൊരു 500 വോൾട്ട് വരെ കൊടുക്കാം ലാബിൽ അല്ലേ, എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. ബട്ട് ഒരു ലബോറട്ടറിയിൽ നമുക്കൊരു 1 kV അല്ലെങ്കിൽ 11 kV സപ്ലൈ കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ബട്ട് നമ്മൾ ഈ 230 വോൾട്ടും 400 വോൾട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിച്ച് ആ ഒരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൊരു 11 kV കൊടുത്താൽ നമുക്ക് എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരാമെന്ന് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവാത്തതും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റെബിലിറ്റീനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റിയും റിലേറ്റീവ് സ്റ്റെബിലിറ്റിയും. അപ്പോൾ അതൊന്നും നമുക്കിപ്പം കൺട്രോൾ സിസ്റ്റത്തിൽ മതി, ഇപ്പം നമുക്ക് വേണമെന്നില്ല. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ വരുന്നത് പോൾസ് ആൻഡ് സീറോസ്. വാട്ട് ഈസ് പോൾ, വാട്ട് ഈസ് സീറോ? അപ്പോൾ ശ്രദ്ധിക്കുക, റൂട്ട്സ് ഓഫ് ഡിനോമിനേറ്റർ പോളിനോമിയൽ ഓഫ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ is called poles. അതുപോലെ the roots of numerator polynomial of a transfer function is called zeros. അപ്പോൾ ഇതെന്താണ്, ഇതൊരു
ന്യൂമറേറ്റർ പോളിനോമിയലാണ്, താഴെയുള്ളത് ഡിനോമിനേറ്റർ പോളിനോമിയലാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് എഴുതും? എസ് പ്ലസ് ഓക്കെ റൂട്ട്സ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 ഇങ്ങനെ എഴുതി അല്ലേ? ഈ ഒരു പോളിനോമിയൽ നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതിക്കൂടെ? റൂട്ട്സ് ആയിട്ട് എസ് പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 അല്ലേ? അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് പോൾസ്, ഏതൊക്കെയാണ് സീറോസ്? അതായത് റൂട്ട്സ് ഓഫ് ഡിനോമിനേറ്റർ പോളിനോമിയൽ, ദാറ്റ് ഈസ് എസ് പ്ലസ് 2 ആൻഡ് എസ് പ്ലസ് 3 ഇത് രണ്ടും എന്താണ്? പോൾസ് ആണ്. ഇനി എസ് പ്ലസ് 1 എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിലെ ന്യൂമറേറ്റർ പോളിനോമിയൽസിൻ്റെ റൂട്ട്സ് അതാണ് 0. അതുപോലെ ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആണ് പോൾസ്. അപ്പം പോൾസും സീറോസും ക്ലിയർ അല്ലേ? ഇനി സ്റ്റെബിലിറ്റി ഓഫ് കൺട്രോൾ സിസ്റ്റം. അപ്പം ഈ പോൾസിനും സീറോസിനും, അതായത് ഞാൻ പറഞ്ഞു എന്താണ്, ഡിനോമിനേറ്റർ പോളിനോമിയൽസിൻ്റെ ഓർഡർ കൂടിക്കഴിഞ്ഞാൽ അത് പ്രോപ്പർ ട്രാൻസ്ഫർ ഫംഗ്ഷനായി എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഈ പോൾസിനും സീറോസിനും എപ്പോഴും ദർ ഷുഡ് ബി സം സിഗ്നിഫിക്കൻസ്. എന്താണ്? പോൾസ് ഓഫ് ദി സിസ്റ്റംസ് ആർ റെപ്രസെൻറ്റഡ് ബൈ എക്സ് ആൻഡ് ദ സീറോസ് ഓഫ് ദി സിസ്റ്റംസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ഒ. പോൾസ് എക്സും ഒ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് അല്ല, എന്നാൽ പോലും നോക്കാം. System order is always equal to the number of poles of the transfer functions. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഓർഡർ ഞാൻ പറഞ്ഞു എസ് പ്ലസ് 3 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 അല്ലേ? ഇതാണ്. അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഓർഡർ എന്താണ്? ഏറ്റവും ഓർഡർ മീൻസ് എസിൻ്റെ മാക്സിമം പവർ എന്താണ്? എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പം എസ് സ്ക്വയർ വരും അല്ലേ? അപ്പോൾ 2 ആണ്, എസ് സ്ക്വയർ വരും. അപ്പോൾ 2 ആണ് എസിൻ്റെ സിസ്റ്റത്തിൻ്റെ ഓർഡർ അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? പോൾസ് ഓഫ് ദി സിസ്റ്റംസ് ആർ റെപ്രസെൻറ്റ് ബൈ ഓക്കെ സിസ്റ്റം ഓർഡർ ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് പോൾസ് ഓഫ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്. അപ്പോൾ ഇതിൽ എത്ര പോൾസ് ഉണ്ട്, എത്ര റൂട്ട്സ് ഉണ്ട് പോളിനോമിയലിന്? എസ് പ്ലസ് 2 എന്ന് പറയുന്നത് ഒരു റൂട്ടാണ്, എസ് പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 2 റൂട്ടാണ്. അപ്പോൾ എത്ര പോൾസ് ഉണ്ടോ അതായിരിക്കും ഒരു സിസ്റ്റത്തിൻ്റെ ഓർഡർ. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറലായിട്ട് നമുക്ക് പോൾസിനും സീറോനും പറയാനുള്ളത്. ഇനി ഇതിൻ്റെ സ്റ്റെബിലിറ്റീനെ കുറിച്ചിട്ടുള്ള 1-2 പോയിൻറ്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, കോംപ്ലക്സ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഡിറ്റർമൈൻ വെദർ ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് പ്രോപ്പർ ഓർ ഇംപ്രോപ്പർ. പോൾസ് ഓഫ് ദി സിസ്റ്റം, സീറോസ് ഓഫ് ദി ഓർഡർ ഓഫ് ദി സിസ്റ്റം. ഫസ്റ്റ് ജി ഓഫ് എസ് ഇക്വൽ ടു എസ് പ്ലസ് 3 ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 2. ഇതിലെത്രയാണ് പോൾസ്? എത്രയാണ് പോൾസ് ഓഫ് ദി സിസ്റ്റം? എസും എസ് പ്ലസ് 2 ആണ്. സീറോ എന്താണ്? എസ് പ്ലസ് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ? താഴെ എസ് ഉണ്ട്. എത്ര പോൾസ് ഉണ്ട്? എസ് ഉണ്ട്, എസ് പ്ലസ് 2 2 പോൾസ് ഉണ്ട്. അപ്പം സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ്. ഇനി ഇതിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ എസ് മാത്രമായിരിക്കും, അതാണ് അതിൻ്റെ 0. താഴെ എസ് പ്ലസ് 1, എസ് പ്ലസ് 2, എസ് പ്ലസ് 3 ഈ മൂന്നും അതിൻ്റെ പോൾസാണ്. 3 പോൾസ് ഉണ്ട്, അതുകൊണ്ട് തേർഡ് ഓർഡർ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ഡിനോമിനേറ്ററിലാണ് പവർ കൂടുതൽ, അതുകൊണ്ട് ഇതൊക്കെ പ്രോപ്പറാണ്. ഓക്കെ, പ്രോപ്പർ ട്രാൻസ്ഫർ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോൾസും സീറോസും ഓർഡേഴ്സൊക്കെ പറയാൻ പറ്റണം. ഇനി നോക്കാം സ്റ്റെബിലിറ്റി ഓഫ് എ കൺട്രോൾ സിസ്റ്റം. ഇതൊരു കൺട്രോൾ സിസ്റ്റം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ആവശ്യം വരും. ദ പോൾസ് ആൻഡ് സീറോസ് ഓഫ് ദി സിസ്റ്റംസ് ആർ പ്ലോട്ടഡ് ഇൻ എസ് പ്ലെയിൻ ടു ചെക്ക് ദ സ്റ്റെബിലിറ്റി ഓഫ് സിസ്റ്റം. അപ്പോൾ എസ് പ്ലെയിനിൽ നമ്മൾ പോൾസും സീറോസും വരക്കും. അതായത് പോൾസും സീറോസും ഒരു ആക്സിസിൽ നമ്മൾ ഒരു എസ് പ്ലെയിനിൽ നമ്മൾ വരക്കും. അപ്പോൾ നോക്കുക, ഇഫ് ദ പോൾസ് ഓഫ് ദി സിസ്റ്റംസ് ലൈസ് ഇൻ ദി ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ, ഈ ഒരു സൈഡിലാണ് നമ്മുടെ പോൾസ്. അതായത് ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് 3 വന്നില്ലേ, എസ് പ്ലസ് 3 ആണ് റൂട്ട്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു -3. അപ്പോൾ -3 വരുമ്പം ഈ സൈഡിലല്ലേ വരിക,
അല്ലടോ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ മൈനസ് ലെഫ്റ്റിലോട്ടല്ലേ, അപ്പോൾ -1 -2 -3, അപ്പോൾ ഇവിടെ വരും S=-3 അല്ലേ. അപ്പം പോൾസ് ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാണെങ്കിൽ സിസ്റ്റം ഈസ് സെഡ് ടു ബി സ്റ്റേബിൾ ഇഫ് എനി ഓഫ് ദി പോൾസ് ലൈസ് ഇൻ ദി റൈറ്റ് ഹാഫ് സൈൻ. അതായത് S+3ക്ക് പകരം S-3 വന്നിട്ടുള്ളതെങ്കിൽ റൂട്ട്സ് S-3 വന്നിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും, S=3 എന്ന് വരും. അപ്പോൾ S=3 വരുമ്പോൾ എസ് പ്ലെയിനിൽ വരും മാർക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ഹാഫ് സൈഡിലായിരിക്കും വരിക ഈ പോള്. അപ്പോൾ റൈറ്റ് ഹാഫ് സൈഡിൽ ഏതെങ്കിലും ഒരു പോള് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് പറയും, അൺസ്റ്റേബിൾ എന്ന് പറയും. ഇഫ് പോൾസ് ലൈസ് ഓൺ ദി ഇമാജിനറി ആക്സിസ്, ഇതാണ് ഇമാജിനറി ആക്സിസ്, ഇതാണ് റിയൽ ആക്സിസ്. അപ്പോൾ ഇമാജിനറി ആക്സിസിൽ ദാറ്റ് ഈസ് S=0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇമാജിനറി ആക്സിസിൽ വരും അല്ലേ. ഇമാജിനറി ആക്സിസിൽ വന്നു കഴിഞ്ഞാൽ മാർജിനലി സ്റ്റേബിൾ എന്ന് പറയും. ഇതാണ് സ്റ്റെബിലിറ്റി ഓഫ് എ കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതധികം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട, ആ ഒരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.